വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യം കടല നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് നാളികേരം ചിരകിയതിട്ട് കൊടുക്കുക. നാളികേരം ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. തേങ്ങ നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പെരിഞ്ജീരകം പൊടിച്ച പൊടി ഇട്ട് കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. സവാള വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഒരു തക്കാളി നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയുടെ പച്ചമണം മാറുന്ന വരെ വേവിച്ചെടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ച കൂട്ട് തക്കാളി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചാറൊക്കെ വറ്റി നന്നായിട്ട് കുറുതായി എണ്ണ തെളിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. പത്ത് മിനിറ്റിന് ശേഷം ലിഡ് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കടലയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല രുചികരമായ വറുത്തരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ വളരെ നല്ല കടലക്കറിയാണ്.